മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷിക്ക് എല്ലാവരും അങ്ങനെ പോലീസുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണനാണ് എല്ലാത്തിന്റെയും പിന്നിലെന്ന് പേര് മൊഴി കൊടുക്കണമെന്നെല്ലാം പ്രതാപനോടായിട്ട് കരുണ പറയുമ്പോൾ അത് വേണ്ട മോളെ, അവനും അവന്റെ കൂട്ടുകാരനും വക്കീലാണ്, അതുകൊണ്ട് കേസായാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് വാമൻ പറയുന്നതും പോലീസ് വരുമ്പോൾ സംശയമുള്ളവരുടെ പേര് ചോദിക്കുമ്പോൾ കണ്ണേട്ടന്റെയും അനന്തുവേട്ടന്റെയും പേര് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അത് വല്ല പൊല്ലാപ്പമാകോ എന്ന പേടിയുണ്ടെന്ന് പ്രതാപൻ പറയുമ്പോൾ കണ്ണനെ കൊല്ലാനായിട്ട് നിങ്ങളല്ലേ കൊട്ടേഷൻ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. കൊട്ടേഷൻ കൊടുത്തിരുന്നു, ഇത്തവണ കൂടുതൽ കാശാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. ഒരുത്തൻ വന്നു ഇരട്ട ചെങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ പൈസയും വാങ്ങി സ്ഥലം വിട്ടു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇത് കേൾക്കുന്ന വാമൻ നമ്മുടെയൊക്കെ പിന്നാലെ ചാരന്മാരുണ്ട്, അനന്ത് കൂടി ഇപ്പൊ വന്നതോടെ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. അനന്തവും ലേഖയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോ മഹാലക്ഷ്മിയുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം മാറ്റാൻ പോകുന്നതായിട്ട് കണ്ണൻ തീരുമാനിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. അവര് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതൊക്കെ ചെയ്യുമെന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. തുടർന്ന് ശരീരത്തിനൊക്കെ നല്ല വേദനയുണ്ടെന്നും എവിടെയാണ് വേദന എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ കിടന്ന് നിലവിളിക്കുകയാണ് കേട്ടോ. 2 ആഴ്ച തോമസ് ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി ചികിത്സിച്ചാലേ പഴയപടി ആവൂ എന്നെല്ലാം വാമൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, കണ്ണനും ലക്ഷ്മിയും അനന്തവും അയാളുടെ ഭാര്യയൊക്കെ വൈദ്യരുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. ലക്ഷ്മിയുടെ ചരിത്രവും കണ്ണന്റെ ചരിത്രവും ഒക്കെ തോമസ് വൈദ്യർക്ക് നല്ല തിട്ടമായിരിക്കും. അതുകൊണ്ട് അച്ഛൻ അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ചിലപ്പോ വീൽ ചെയറിലാകി പോകും എന്നെല്ലാം കരുണ പറയുമ്പോൾ കണ്ണന്റെ ഉള്ളിൽ മരുന്ന് ശരിക്ക് ചെല്ലാത്തതിന്റെ പുറകിൽ നമ്മളാണെന്ന് അയാൾക്കറിയാം. അതിന്റെ പേരിൽ അച്ഛനോട് അയാൾ പ്രതികാരം തീർക്കാനും സാധ്യതയുണ്ട് എന്ന് ഉണ്ണിയും പറയുമ്പോൾ ഇവിടത്തെ ചികിത്സ മതി എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ പ്രതാപൻ. വല്ലാത്തൊരു ദുർവിധിയായി പോയി ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. പിന്നീട് മഹിയെ മാർക്കോ വിളിച്ചിട്ട് ഞാൻ അജ്ഞാതനാണെന്ന് പറയുമ്പോൾ മഹിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഞാൻ 2 പേരെ തല്ലിയതിന്റെ പേരിൽ ഇപ്പൊ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും അതൊന്ന് നിർത്തിച്ചു തരണമെന്നെല്ലാം മാർക്കോ ആവശ്യപ്പെടുമ്പോ പേരെന്താണെന്ന് മഹി ചോദിക്കുന്നുണ്ടെങ്കിലും അതിലെന്താ കാര്യം, മഹാലക്ഷ്മിക്ക് എന്നെ കൊണ്ട് പ്രയോജനമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. വീണ്ടും മഹി പേര് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പിന്നെ പറയാം. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മഹാലക്ഷ്മിയോട് പറയാനുണ്ട്. കണ്ണൻ സാറിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതാണെന്നും കൊട്ടേഷൻ വന്നത് എനിക്കാണെന്നും ഞാൻ അങ്ങനെ നിരപരാധികളെ ഒന്നും ഉപദ്രവിക്കാറില്ല. നിങ്ങൾ 2 പേരുടെയും ഭാഗ്യം കൊണ്ടായിരിക്കും കണ്ണൻ സാറിനെ ടാർഗറ്റ് ചെയ്തതെന്നും ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തു, അതുകൊണ്ടാണ് അവരെ 2 പേരെയും തല്ലിയത് എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അപ്പോ എന്റെ രണ്ടാനച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും കൂടിയാണോ കൊട്ടേഷൻ തന്നത് എന്ന് മഹി ചോദിക്കുമ്പോൾ രണ്ടാളും ഈ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ അന്വേഷിച്ചറിഞ്ഞു, അതിനുശേഷമാണ് അവരെ കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ ജീവൻ രക്ഷിച്ച എന്നെ രക്ഷിക്കണം എന്ന് മാർക്കോ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കേസും വഴക്കൊന്നും ആകാതെ തടയേണ്ടത് നിങ്ങൾ 2 പേരുടെയും കടമയാണെന്ന് മാർക്കോ പറയുമ്പോൾ അതെന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, പക്ഷെ ഇദ്ദേഹത്തിന്റെ നമ്പറെങ്കിലും ഒന്ന് തന്നൂടെ, ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലല്ലോ എന്നെല്ലാം മഹി പറയുമ്പോൾ കിട്ടുന്ന നമ്പറിലേക്ക് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മാർക്കോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേസാവാണോ, കേസിൽ നിന്നും അവനെ രക്ഷിക്കണ്ടേ, എന്ത് വില കൊടുത്തും നമ്മുടെ ജീവൻ രക്ഷിച്ച ആളെ നമ്മൾ സംരക്ഷിക്കണം, കേസിൽ നിന്നും രക്ഷിക്കുക മാത്രമല്ല തക്കതായ പ്രതിഫലവും അവന് കൊടുക്കണം. ഈ കൊട്ടേഷൻ ഏറ്റെടുത്തെങ്കിൽ അവന് വലിയൊരു തുക തന്നെ കിട്ടുമായിരുന്നു, അതിന്റെ 10 ഇരട്ടി തുക കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അതിന് ആള് രംഗത്ത് വരണ്ടേ, പണത്തിനോട് വലിയ ആർത്തിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്നെല്ലാം മഹി പറയുമ്പോൾ കേസിൽ നിന്നും ഊരി പോരാനായിട്ട് സഹായിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ മഹി. എന്തായാലും താൻ തന്റെ രണ്ടാനച്ഛനെ ഒന്ന് വിളിക്കാനും മഹിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് വാമൻ പ്രതാപനോടും കരുണയോടും ഉണ്ണിയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഇനി കൂടുതൽ സൂക്ഷിക്കണം, അടിക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വാമൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പ്രതാപന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കാണുന്നതും കരുണ അതെടുത്ത് നോക്കുമ്പോൾ മഹാലക്ഷ്മിയാണ് വിളിക്കുന്നത് കാണുമ്പോൾ കലി വരുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് ലക്ഷ്മിയാണ് വിളിക്കുന്നത് എന്ന് പ്രതാപനോടായിട്ട് കരുണ പറയുന്നുണ്ട്. അപ്പൊ എന്താടിന്ന് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് കരുണ ചോദിക്കുമ്പോൾ അടി കൊണ്ട് ഒരാൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാനായിട്ട് മഹാലക്ഷ്മി പറയുമ്പോൾ നീ എന്താടി എന്റെ അച്ഛനെ വിളിച്ചത് അയാളെന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ മഹാലക്ഷ്മിയോടായിട്ട്. പക്ഷേ കരുണയുടെ അഹങ്കാരം തീർക്കാനായിട്ട് അയാൾ എന്ന് തന്നെ വാക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ മഹി ചെയ്യുന്നത്. തുടർന്ന് ഫോൺ കൊടുക്കാനായിട്ട് പ്രതാപൻ ആവശ്യപ്പെടുമ്പോൾ അവൾ അഹങ്കാരത്തോടു കൂടി അച്ഛൻ സംസാരിക്കുന്നത് എന്നെല്ലാം കരുണ പറയുമ്പോൾ അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താടിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരനും നല്ലത് കിട്ടിയെങ്കിൽ കണ്ണനേട്ടനെയും എന്നെയും കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തില്ലേ, ഇത് കേസാക്കിയാൽ അതിനു മുൻപ് കേസാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അതറിയാതെ അന്വേഷണം പുരോഗമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരനും ആദ്യം അകത്തു പോകേണ്ടി വരും.
വരും. അത് കഴിഞ്ഞ് നിങ്ങളെ തല്ലിയവർക്ക് എന്തെങ്കിലും സംഭവിക്കൂ. നിങ്ങളുടെ പേരിൽ ഒന്നല്ല ഒരുപാട് കേസുകളുണ്ട്. അതൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്ത് കിടക്കേണ്ടി വരില്ല. നാട്ടുകാർ തന്നെ നിങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കും. എന്റെ കണ്ണേട്ടന്റെ ദേഹത്ത് കൈവച്ചതിന്റെ ശിക്ഷ കിട്ടിയത് കൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇനി ഇത് കേസും വഴക്കും ആക്കി മുന്നോട്ട് പോവാനാണ് ഭാവമെങ്കിൽ എനിക്കും പലതും ചെയ്യേണ്ടി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപന്റെ വായടപ്പിച്ച മറുപടി നൽകുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. അങ്ങനെ മഹിയുടെ ബോൾഡ് ആയിട്ടുള്ള മറുപടി കേട്ട് കണ്ണൻ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ മഹിയെ. ശേഷം നമ്മളെ സംശയിച്ചത് ണെന്നും ഈ കേസിൽ നിന്നും കേസാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് ഭീഷണിപ്പെടുത്തുന്നത് എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ആ ഭീഷണി അച്ഛൻ എന്തിനാ കേൾക്കുന്നത് എന്ന് കരുണ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ കൊള്ളൻ ഗുണ്ട വെച്ച കാര്യം അവരെന്തായാലും അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതിന് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ പക്ഷെ മറ്റു പലതിനും തെളിവുണ്ട്. ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ കയറി വരും. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ അവരോടായിട്ട്. അങ്ങനെ പ്രതാപന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് വാമനൻ സംസാരിക്കുമ്പോൾ എന്റെ അച്ഛന് നല്ല ഇടി കിട്ടിയിട്ടില്ലേ, അമ്മാവനും കിട്ടിയില്ലേ, അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ജീവിക്കുന്നതെല്ലാം കഷ്ടമാണെന്നെല്ലാം കരുണ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയും അവസരങ്ങൾ ഉണ്ട് മോളെ, ഇനി എന്തായാലും കരുതലോടെ മുന്നോട്ട് പോകണമെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. നമ്മുടെ നീക്കങ്ങളെല്ലാം അവർ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫോണിലൂടെ സംസാരിക്കുന്നതെല്ലാം റിസ്ക് ആണ്. സൈബർ സെല്ല് വഴി നമ്മുടെ സംസാരം അവരെ ചോർത്തിയെടുക്കുന്നുണ്ടാവും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് ശരിയാണെന്നും അതുകൊണ്ടാണ് സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിലേക്കാക്കാൻ കണ്ണൻ തീരുമാനിച്ചത്. ഇനി എന്തായാലും കാര്യങ്ങളെല്ലാം ഇരു ചെവി അറിയാതെ നീക്കണമെന്നും വാമനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്നും മടങ്ങി വരുന്ന മോഹിനിയോടായിട്ട് നീ കണ്ണിൽ കണ്ട ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിന്റെ ഭർത്താവിനും ഒക്കെ ഇങ്ങനെ വന്നത്. ഇനി അവന്റെയും എന്റെയും ആയുസ് എടുക്കാനായിട്ട് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പ്രതാപൻ ഈ മുറ്റത്തിട്ട് ഒരു ഗുണ്ട ചവിട്ടി കൂട്ടിയത് എന്നെല്ലാം മുത്തശ്ശി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്നെ മോള് വിളിച്ച് എല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. നിനക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുമ്പോൾ നീ അവനെ മുറ്റത്തിട്ട് ചവിട്ടി കൂട്ടിയതെല്ലാം നീ കണ്ടു കാണുമെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ ഞാൻ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാറില്ല. അങ്ങനെ തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്ക കാരണവും കാണുമെന്നും മോഹിനി ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. വീണ്ടും മോഹിനിയെ അസഭ്യം പറയുന്ന മുത്തശ്ശിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് മോഹിനി. തുടർന്ന് പ്രതാപനെ തല്ലിച്ചത് കണ്ണനും ലക്ഷ്മിയുമാണെന്നും അവന്റെ കൂട്ടുകാരനും ഭാര്യയും കൂടിയാണ് എന്നുള്ള രീതിയിലെല്ലാം മുത്തശ്ശി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കാനും അല്ലെങ്കിൽ തന്നെ അയാളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് ശ്വാസം മുട്ടിയാണെന്നും ശരിക്കും ഒരു കൊലയാളിയുടെ ഭാര്യയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ അതൊന്നും നീ എന്താണ് ഈ പറയുന്നത് എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിലും മോഹിനി പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് കല് തുള്ളിക്കൊണ്ട് കമലേശ്വരത്ത് തിരിച്ചെത്തുകയാണ് കേട്ടോ കരുണ. അപ്പൊ മഹിയെ കാണുന്നതും ഇവളും ഇവളുടെ ഭർത്താവും കൂടിയിട്ടാണ് എന്റെ അച്ഛനും അമ്മാവിനും ഒക്കെ കൊട്ടേഷൻ കൊടുത്തത് എന്നെല്ലാം മഹിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഞങ്ങൾ ആർക്കും കൊട്ടേഷൻ കൊടുക്കാറില്ല. എന്റെ കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തവരാണ് ഈ പറഞ്ഞ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് നീ എന്തിനാ അച്ഛനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കരുണ ചോദിക്കുമ്പോൾ അത് ഭീഷണിയൊന്നുമല്ല, ഈ സംഭവം കേസായി കഴിഞ്ഞാൽ ഞങ്ങൾക്കും കേസ് കൊടുക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ കരുണമോളുടെ അച്ഛനും ഉണ്ണിമോന്റെ അമ്മാവനും അല്ലേ ഇപ്പോ അടിപറ്റി കിടക്കുന്നത്, അതുകൊണ്ട് കേസിന് പോകണ്ടേ കേസ് ഫയൽ ചെയ്യണ്ടേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അവരെ എന്തിനാ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഉണ്ണിയും ചോദിക്കുമ്പോൾ കണ്ണേട്ടനും അനന്തുവേട്ടനുമാണ് തല്ലിയ പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ അവരും അകത്താവില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ കണ്ണേട്ടനും അനന്തുവേട്ടനും നിന്റെ അച്ഛനെയും ഉണ്ണിയുടെ അമ്മാവനെയും തല്ലാനും കൊല്ലാനും ആരെയും നിയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെയാണെങ്കിൽ അവർക്ക് തല്ല് കൊടുത്തവർക്ക് അവരെ എന്തായാലും പിടിച്ച് അകത്തിടണമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മഹി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ നീ എന്താടി മറുപടി പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. അതിനുള്ള മറുപടി ഞാൻ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ടെന്നും അവർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് മഹി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് അന്ന് അയാൾ എന്നെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി എന്നുള്ള രീതിയിലെല്ലാം ഉണ്ണി സംസാരിക്കുമ്പോൾ അന്ന് നീ കള്ളക്കേസിൽ കുടുങ്ങിയെങ്കിൽ അത് നിന്റെ അത്യാഗ്രഹം കൊണ്ടാണെന്നും കിട്ടുന്ന കാശ് മതിയാകാതെ വരുന്നവരാണ് വളഞ്ഞ വഴിയിലൂടെ കാശ് സമ്പാദിക്കാൻ നോക്കുന്നത് എന്നും ഉണ്ണിക്കും ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. പക്ഷെ ഇവളോട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഉണ്ണിയേട്ടാ. ഇവളിപ്പോ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആവില്ലേ, പാർട്ണർ ആവാൻ പോവല്ലേ എന്ന് പറയുമ്പോൾ
പാർട്ട്ണർ ആയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ പാർട്ട്ണർ ആക്കുമെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മഹി പറയുമ്പോൾ അതിന്റെ പവർ ആയിരിക്കും നീ ഇപ്പൊ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പവർ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്റെ കണ്ണേട്ടനെ ആര് കൊല്ലാൻ ശ്രമിച്ചാലും അവരെന്റെ ശത്രുവാണെന്നും എല്ലാ കാലവും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇനി കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റു കുറച്ച് ജീവൻ കൂടി നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. എന്റെയും ലേഖയുടെയും അനന്തുവേട്ടന്റെയും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആര് കണ്ണേട്ടന് എന്ത് ചെയ്താലും ശരി അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കുമെന്നും ഞങ്ങൾ അവരെ വെറുതെ വിടില്ല എന്നും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ജീവിച്ചിരുന്നപ്പോ ജീവിക്കുകയാണ് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ന് പക്ഷെ എനിക്ക് എന്റെ ഭർത്താവ് എന്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് വർഷങ്ങൾ ജീവിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതിനാര് തടസ്സം നിന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ശേഷം അച്ഛനെ കൊല്ലാതെ കൊന്നു, എന്നിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോയതെന്ന് പറഞ്ഞുകൊണ്ട് കലി തുള്ളിക്കൊണ്ട് കരുണയും അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേഘനും മഞ്ജുവും യാത്ര കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോ സീമന്തിരി ചെന്നിട്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നന്നായിരുന്നു എന്ന് പറയുന്ന മഞ്ജുവിനോട്, അതുകൊണ്ടാണ് നിങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നത്, ഇവിടെ നടന്ന പലതും നിങ്ങളോട് മറച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ എന്തു പറ്റി അമ്മയെന്ന് മേഘൻ ചോദിക്കുന്നതും നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നും കരുണയുടെ അച്ഛനും കൂടെ ഹോസ്പിറ്റലാണ് എന്ന് സീമന്തിനി പറയുന്നത് കേട്ട് ഞെട്ടാണ് കേട്ടോ മേഘനും മഞ്ജുവും.